സഞ്ചാരപഥങ്ങളുടെ വളരെ വിശദമായിട്ടുള്ള ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു പോകണം എന്ന് വിചാരിക്കുന്നില്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ശരാശരി 100ഓളം രോഗികൾക്ക് കഴിഞ്ഞ 9 വർഷക്കാലമായി സൗജന്യമായി ഞങ്ങൾ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിനോ ബക്രീദിനോ പെരുന്നാളിനോ ക്രിസ്മസിനോ ഒന്നും തന്നെ അവധിയില്ലാത്ത രീതിയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള രോഗികൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഇതാ ഈ 10ാം വർഷത്തിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2003 25,556 രോഗികൾക്കാണ് ഞങ്ങൾ ഭക്ഷണം സൗജന്യമായി നൽകിയത് എങ്കിൽ 2011 52,250 പേർക്ക് 1,56,750 റുപ്യ ചെലവഴിച്ചുകൊണ്ട് സൗജന്യമായി ഭക്ഷണം നൽകിക്കുന്ന പ്രക്രിയ, ആ പദ്ധതി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നന്മയുടെ സഞ്ചാരപഥങ്ങളിൽ അടുത്തത് സൗജന്യമായിട്ടുള്ള മരുന്ന് വിതരണമാണ്. 2003 134 രോഗികൾക്കാണ് ആ വർഷം ഞങ്ങൾക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. 76,402 റുപ്യ 80 പൈസയുടെ മരുന്നാണെന്ന് വിതരണം ചെയ്തു. 2011 ആകുമ്പോഴേക്കും 5,85,750 റുപ്യയുടെ മരുന്ന് സൗജന്യമായി 710 രോഗികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലവേറിയ ശസ്ത്രക്രിയകൾക്ക് ഞങ്ങൾ ധനസഹായം നൽകി വരുന്നുണ്ട്. 2003 5 രോഗികൾക്കാണ് അങ്ങനെ ധനസഹായം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത്. എന്നാൽ സൗജന്യമായി ചിലവേറിയ ശസ്ത്രക്രിയകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടി ഈ ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 100 രോഗികളെ ഉൾക്കൊള്ളുന്ന ഒരു ഡയബറ്റിസ് സൊസൈറ്റി, ഈ ഇൻസുലിൻ പോലെയുള്ള മരുന്നുകൾ ഇളവിൽ കൊടുക്കുന്ന ഒരു സംവിധാനം, വികലാംഗരുടെ പ്രത്യേക ക്ഷേമ പദ്ധതികൾ, ശ്രവണ സഹായിയും മുച്ചക്ര സ്കൂട്ടറും കൃത്രിമക്കാലുകളും വാട്ടർ ബെഡും ഉൾപ്പെടെ വീൽചെയർ ഉൾപ്പെടെ ഏതാണ്ട് 60ഓളം വീൽചെയറുകൾ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനകം രോഗികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 436 പേർ ഉൾക്കൊള്ളുന്ന ഒരു രക്തദാന ഡയറക്ടറി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ശസ്ത്രക്രിയ നടത്തി കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന ഒമേഗ ഹാർട്ട് ഫൗണ്ടേഷനുമായി വ്യവസ്ഥയുണ്ടാക്കി ഈ ഹൃദ്രോഗികളെ അങ്ങോട്ടേക്ക് അയച്ച് ഹൃദയ ശസ്ത്രക്രിയ ഇളവോടുകൂടി ചിലർക്ക് സൗജന്യത്തോടുകൂടി നടത്തി തീർക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ദയാ മെഡിക്കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഈ കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിയുടെ മുമ്പിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷക്കാലമായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റാണ് അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയും എന്റെയും വീട്ടിലെല്ലാം മിച്ചം വരുന്ന കാലഹരണപ്പെടാത്ത മരുന്നുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അറിവ് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങളുടെ വളണ്ടിയർമാർ ഓരോ പ്രദേശത്തും ചെന്ന് പള്ളികളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമെല്ലാം അങ്ങോട്ടേക്ക് ചെന്ന് വിവരം കിട്ടുന്ന മുറയ്ക്ക് ഇത്തരം മരുന്നുകൾ ശേഖരിച്ചു വെച്ചാൽ അങ്ങോട്ടേക്ക് ചെന്ന് മരുന്നുകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് ഈ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധയായിട്ടുള്ള ഒരു നേഴ്സിന്റെ സഹായത്തോടുകൂടി നന്മ ദയാ മെഡിക്കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സൗജന്യമായും രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ നാട്ടുകാരുടെയും ഗൾഫ് മലയാളികളുടെയും ഒക്കെ തന്നെ സഹകരണത്തോടു കൂടിയാണ് വലിയൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. തുടർന്നുള്ള വർഷങ്ങളിലും നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നന്മയുടെ ട്രസ്റ്റിന് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സെന്ററുകളിലെല്ലാം ഒരു വല്ലാത്തൊരു ഒരു പ്രത്യേകത നമ്മുടെ ഈ നാട്ടിനുള്ളത്, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുള്ളത് നമ്മുടെ ഈ ബെൽറ്റിലാണ്. വടകര ഉൾപ്പെടുന്ന
ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഡയാലിസിസ് രോഗികൾ ഉള്ളത്. മിംസ് അതിന്റെ സെന്റർ വടകരയിൽ ആരംഭിച്ചപ്പോൾ 10 മെഷീനോടുകൂടി 60 പേർക്ക് ഡയാലിസിസിനുള്ള സൗകര്യം നൽകി ആരംഭിച്ചപ്പോൾ വെറും 1 മാസം കൊണ്ട് തന്നെ മിംസിന്റെ സെന്ററുകൾ നിറഞ്ഞു. ഈ 2 സംഗതി കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വെറും 10% ആളുകൾ ഡയാലിസിസ് ചെയ്യുന്നതും ബാക്കി 90% ആളുകളും വീട്ടിനകത്ത് കഴിയുന്നതും. മറ്റൊരു പിന്നെ കാര്യം കൂടി അതിനിടയിലുള്ളത്, ഒരു ഡയാലിസിസിന് ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന ഈ 10% ആളുകൾ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ കൂടി മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചുറ്റുവട്ടത്തോ നിങ്ങളുടെ അയൽപ്പക്കത്തോ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിലോ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുടെ കഥ കൂടി ഒന്നൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സംഗതി കൂടി മനസ്സിലാവും. ഇന്ന് ലോകത്ത് മെയിൻ്റനൻസ് ഡയാലിസിസ് എന്ന് പറയുന്ന ജീവിതം വളരെ കൃത്യമായി മുന്നോട്ട് പോകാൻ വേണ്ട ഡയാലിസിസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ 3 എന്ന തോതിൽ മാസം 12 ആണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ വെറും 50% താഴെ ആളുകൾ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ ഡയാലിസിസ് ചെയ്യുന്നത്. അവർ തന്നെ ഡോക്ടറാവുകയാണ്. രോഗി തന്നെ ഡോക്ടറായിക്കൊണ്ട് ആഴ്ചയിൽ 3 എന്ന തോതിൽ ചെയ്യേണ്ട ഡയാലിസിസ് ആഴ്ചയിൽ 1 ആക്കിയും 5 ദിവസത്തിൽ 1 ആക്കിയും കൂടിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 മാത്രമാക്കിക്കൊണ്ട് അവരുടെ ആരോഗ്യത്തിന് തന്നെ തീർത്തും ഹാനികരമായ രീതിയിലേക്ക് ഡയാലിസിസുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കൂടി നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് കാണുവാൻ കഴിയും.